Ladies and gentlemen, let's welcome our diamond star of Rich Maker Company, Mr. John Kurian! JK! എവിടെയായിരുന്നു? കുറെ നേരമായി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. എടി JK സാറ് വരുന്നുണ്ട്, നമുക്ക് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യാം. ആണെങ്കിൽ നമുക്ക് സെൽഫി എടുക്കാം. എന്താ അവിടെ പോയില്ലേ? JK സാറ് വരുന്നുണ്ട്, ഞങ്ങൾ അയാളെ കാത്തിക്കാം. എനിക്കൊന്നും കേൾക്കണ്ട. ആള് ഹാൻഡിക്യാപ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റ് ഉണ്ടല്ലോ അത് പിൻവലിക്കണം. അതിനെന്താ വേണ്ടത് ചെയ്തോ. വേറെ നോട്ട് അപ്പനി മോർ നോട്ട് അപ്പനി ലെസ്. ഐ വാണ്ട് ദ ആക്ഷൻ. ഓക്കെ? അല്ല എന്താ അവിടെ മീറ്റിംഗ് ആയിട്ട് വീട്ടിലേക്കൊന്നും പോകണില്ലേ? ഒരു പ്ലാനിങ് വേണമായിരുന്നു. പ്ലാനിങ്ങോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? എന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം. ഓക്കെ? ഒരു ലഞ്ചിന് വേണ്ടിയിട്ട് മാത്രമല്ല ഞങ്ങൾ വിളിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റേ മുനീറുണ്ടല്ലോ, അവൻ ഭയങ്കരമായിട്ട് വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ടീമിന് മാത്രമല്ല, ടോട്ടലി നമ്മളെ ഈ കമ്പനിക്ക് തന്നെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. അത് മാത്രമല്ല സാറേ, ആ റിയാസിൻ്റെ ടീമത്തെ ആ അണ്ണനുണ്ടല്ലോ പോണ്ടിശ്ശേരിത്തെ, അയാളും തന്നെ വിളിയോട് വിളിയാണ്. അതായത് അവിടെ പ്രൊഡക്റ്റ് പോകണില്ല, മാത്രമല്ല ആ കമ്പനിക്ക് നമ്മൾ അയച്ച ക്യാഷ് ടോട്ടലി അയാൾ എടുത്തിക്കുകയാണെന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അയാളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് കേരളത്തിൽ വരികയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. സുനീർ, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ നെഗറ്റീവിൻ്റെ പുറകെ പോകാതെ ബിസിനസ് ശ്രദ്ധിക്കൂ. സുനീറെ, ചിലർക്ക് നമ്മൾ ഈ മോട്ടിവേഷനൊന്നും തലക്ക് പിടിക്കില്ല. അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇരു ചെവി അറിയാതെ അത് നമുക്ക് ഒതുക്കാൻ സാധിക്കണം. നമ്മുടെ അടുത്ത ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ പോലും മിനിമം 500 പോയിൻ്റെങ്കിലും സ്റ്റാർട്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ? ബിസിനസ്സിൽ വികാരം പാടില്ല, തന്ത്രങ്ങൾ മാത്രം. ആദ്യം ടാർഗറ്റ് ലോക്ക് ചെയ്യുക. ഓക്കെ? ആദ്യം സ്വപ്നങ്ങൾ വിൽക്കാൻ പഠിക്കുക. എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക. പണം മുടക്കിയവർ അത് തിരിച്ചു പിടിക്കാൻ ഓടിക്കോളൂ. ഒരാളെ വീഴ്ത്തിയ അയാളിലൂടെ 10 പേരെ പിടിക്കാൻ സാധിക്കണം. അയ്യവ, സൂപ്പർ പ്ലാനിങ് സാറേ. ഇനി വർക്ക് ചെയ്യാൻ ഒരു ഉഷാറുണ്ടാവും. സാറേ, ഈ വീക്കിൽ 1000 പോയിന്റ് വിസാന സെറ്റാക്കും. യെസ്, എന്താ ബിഷാന മേഡം, സുനീർ സാറിൻ്റെയും ബഷാന മേഡത്തിൻ്റെയും ഗ്രൂപ്പിൽ ചേർന്നപ്പോൾ ഗ്ലാമറൊക്കെ ഒന്ന് കുടിക്കണമല്ലോ. ഞങ്ങൾ 3 പേരും ഒരേ വൈബിൻ്റെ ആൾക്കാരാണല്ലോ സാർ, അതാണിപ്പോൾ ടീമിൻ്റെ പവർ. സത്യം, എനിക്ക് ഈ ടീമിലെ ലേഡീസിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എൻ്റെ അതേ ബിസിനസ് മൈൻഡുള്ള ഇവിടെ കിട്ടിയതുകൊണ്ട് ഞാനിപ്പോൾ രക്ഷപ്പെട്ടു. അല്ല, അതൊക്കെ നിൽക്കട്ടെ, എന്താ അൻസാർ വീപ്പിൻ്റെ അവസ്ഥ? അയാളുണ്ടാ മാറഞ്ചേരി അങ്ങാടിയിൽ ഓട്ടോ ഉന്തി കിടക്കണം. ചിരിക്കണ്ട ബിഷാന, അയാൾ അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട. 2 വർഷം കൊണ്ട് നീ അയാൾക്ക് വരുത്തിയ നഷ്ടങ്ങൾ ഒരുപാടുണ്ട്, അതറിയാലോ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും നീ അയാളെ ഒരുപാട് പെടുത്തി. ഒരു മനുഷ്യൻ്റെ സകലതും നശിപ്പിച്ച പിന്നെ അയാൾ എന്തിനും മുതിരും. ഒരു പേടിയില്ല സാർ. JK സാറിന് എന്താ ഇയാളെ ഇത്ര പേടി? നിങ്ങൾ ഇത്രയും റാങ്കുള്ള ആളല്ലേ, നിങ്ങൾക്ക് എന്താ ഇയാളെ ഇത്ര പേടി? ഫഷാന, പേടിക്കേണ്ടവരെ പേടിച്ചും തിരുത്തേണ്ടവരെ തിരുത്തിയുമാണ് ഞാൻ ഇന്ന് ഈ റാങ്കിലെത്തിയത്. പറഞ്ഞ കേൾക്കാത്ത ചിലരെ പണ്ട് പൂഞ്ചിറ കടപ്പുറത്തെ മുക്കന്മാർ കടൽ കാണാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവരെല്ലാവരും മിസ്സിങ്ങാ, ഒരാൾ പോലും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അതെൻ്റെ രീതി. പക്ഷേ ഈ കേസ് അതല്ല. ഇത്രയും വലിയ കളികൾ കളിക്കണ സാറിന് എന്താ അയാളത്ര വല്ല പേടി? ഞാൻ അയാളെ പറ്റി അന്വേഷിച്ചു. കുടുംബം നോക്കി അഭിമാനത്തോടെ ജീവിച്ച ആളാണ്. നേരിട്ടല്ലെങ്കിലും അയാളെ കുടുംബം തകർന്നതിൽ എനിക്കും ചെറിയൊരു പങ്കുണ്ട്. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുന്നേ ഒരുപാട് തൊഴിൽ അയാൾ ചെയ്തിട്ടുണ്ട്. ബസ് കണ്ടക്ടർ, സ്റ്റുഡിയോ, ഓട്ടോ ഡ്രൈവർ, ഇങ്ങനെ എല്ലാ തൊഴിലും ചെയ്ത് ജീവിച്ചു പോകുന്ന ആളാണ് അദ്ദേഹം.
അതിനൊക്കെ ഇപ്പൊ എന്താ, അതൊക്കെ ഒരു സാധാരണക്കാരന്റെ ജീവിതമല്ലേ. അവിടെയാണ് നിനക്ക് തെറ്റിയത് പശാന. അയാളിപ്പോൾ അയാളുടെ പേരിൽ 2 സോഷ്യൽ മീഡിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ 2 ചാനൽ കൂടി ഉണ്ട്. അത് നമുക്ക് മാത്രമല്ല നമ്മുടെ കമ്പനിക്കും ഭീഷണിയാണ്. സോഷ്യൽ മീഡിയ ഒരു വിഷയമാണ്, പക്ഷെ അയാളെ 2 ഉണക്ക ചാനലിനെയാണോ സാർ ഇത്ര പേടിക്കണത്? അതും അയാളെ മാനസികമായിട്ട് തകർത്ത ഈ ഒരു ബിസാന നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ലീഗലായിട്ട് നീങ്ങിക്കൂടെ? കഴിയില്ല. അയാൾക്കെല്ലാം നഷ്ടപ്പെട്ടതാണ്. കുടുംബം, കുട്ടികൾ, ഒരു തവണ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചതാണ്. മരിക്കാൻ തയ്യാറായാലും പിന്നെ എന്ത് പേടി? കൊല്ലുമെന്നുള്ള ഭീഷണി പോലും അയാൾ വകക്കില്ല. അയാൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പക്ഷേ നമ്മൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. എല്ലാത്തിനും ധൈര്യം തരുന്ന സാർ ഇങ്ങനെ പറയുമ്പോൾ ചിരി വരുന്നു. ചിരിക്കണ്ട വിശാന. മൂത്തവർ ചൊല്ലും വാക്കും മുതുനെല്ലിക്കും ആദ്യം കൈക്കും പിന്നെ മധുരിക്കും. കാത്തിരുന്ന് കാണാം. അൻസാറേ, എന്താ നിങ്ങളവസ്ഥ? 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മുമ്പിൽ വന്നിരുന്ന അൻസാർ തന്നെയാണോ ഇത്? അന്ന് നിങ്ങൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരുന്നു. നിങ്ങളുടെ ഓട്ടോയുടെ പേര് പോലെ തന്നെ നിങ്ങളൊരു ഹോണസ്റ്റായിരുന്നു. ഇന്നിപ്പോൾ എന്താ അവസ്ഥ? നാടൊട്ടാകെ കടം വാങ്ങി ആളുകളെ കാണാതെ മുങ്ങി നടക്കല്ലേ നിങ്ങൾ? ഒക്കെ പോയിപ്പോൾ ഞാൻ തന്നെ ഉള്ളു ബാക്കി. കടയും പോയി, പൈസയും പോയി, പറ്റ കടത്തിലായി. ഇനി ഇട്ടൊരു തുണി കുപ്പായ മാത്രമേ ബാക്കി കൊടുക്കുന്നു. എന്താ ഞാൻ കാട്ടുക? അൻസാറേ, ഈ ബിസിനസ്സുകാരനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഓൾറെഡി ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു തന്നതല്ലേ? പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതാണ് ആ സ്ത്രീയെ മാറ്റി നിർത്തണം, അവൾ ഒട്ടും ശരിയല്ല എന്നും ക്യാഷിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയോ ഭയമോ ഇല്ലാത്ത ഒരു പ്രത്യേക ക്യാരക്ടറാണ് അവൾ. എൻ്റെ അടുത്തുള്ളത് മുഴുവൻ ഞാൻ നോക്കി കൊടുത്തു. അത് പോരാത്തിന് നാട്ടുകാരിൽ കടം വാങ്ങി കൊടുത്തു. എന്നിട്ട് ഒളിഞ്ഞ പറ്റിച്ചു പോയി. ഈ ബിസിനസ്സിലൂടെ നിങ്ങളുണ്ടാക്കിയ കടങ്ങളെല്ലാം വീട്ടാമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അവളോ അവളുടെ ബിസിനസ്സിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിച്ചു. നിങ്ങളെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം, ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന്. എൻ്റെ മനസ്സ് ഭയങ്കര ഇടങ്ങേറാണ്. രാത്രി ഉറക്കമല്ല. ഒരു വട്ടം ഞാൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. പിന്നെ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ട്. വയറിന് തീരെ സുഖമില്ലാതെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. നിങ്ങൾക്ക് സ്വയം ഒരു മാനസിക രോഗിയാണ് എന്നൊരു തോന്നലുണ്ടോ? ചെങ്ങലക്കിടാനുള്ള ഭ്രാന്ത് ഉണ്ട് എന്നല്ല ഞാൻ പറയണത്. നമ്മൾ ഈ വരുമ്പോൾ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ചളി ഉണ്ടാവണ അവിടുത്തെ പോക്കി വെക്കൂലേ എന്നതുപോലെ മനസ്സൊന്ന് പതറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വല്ല ഭക്ഷണവും അവൾ കൊണ്ടുവന്ന് തന്നിരുന്നോ? ഭക്ഷണം ഒരുപാട് കൊടുന്നെന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. അൻസാറേ, നിങ്ങൾ ഇത്രത്തോളം പ്രതിസന്ധിയിലാവാനുണ്ടായ കാരണങ്ങൾ എന്താണ്? എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ഇതൊന്ന് ചുരുക്കി പറയാമോ? ജോലി ചെയ്യാതെ സ്വപ്നങ്ങൾ വിട്ടു കോടീശ്വരനാക്കും എന്ന് പറഞ്ഞു. നിറമുള്ള വാക്കുകൾ കൊണ്ട് കുടുക്കി എന്റെ വഴികളെല്ലാം മറച്ചു. വിശ്വാസം കൊണ്ട് ഞാൻ പെട്ടുപോയി, സത്യങ്ങൾ പിന്നിൽ മറഞ്ഞു പോയി. നിന്റെ വാക്കുകൾ വിഷം പോലെ എന്റെ ജീവിതം തകർത്തു പോയി. ഞാൻ ഇന്ന് ചതിയൻ എന്ന് വിളിക്കുന്നു. ലോകമെന്റെ കണ്ണീരാരും കാണുന്നില്ല. നീ തന്നത് ചതി മാത്രം എന്റെ നെഞ്ചിൽ പാടായി. നീ തന്നത് ചതി മാത്രം എന്റെ പേരൊരു നിഴലായി. ഒരിക്കൽ പോലും കുടുംബ
എന്നിട്ടും നഷ്ടമായി. എനിക്കിപ്പോൾ എൻ്റെ പേരിൽ മാത്രം ബാക്കി ഒരു നിഴൽ ചിരിച്ച മുഖങ്ങൾ മാറി നോക്കി. എന്നെ ആരും ഇനി വിശ്വസിക്കില്ല. നാളെ എന്നൊരു പ്രതീക്ഷ പോലും ഇല്ലാതെയായി. പറയാൻ വാക്ക പോലും കുഴഞ്ഞു പോയി. നിന്നെ കണ്ട് ആ ദിനം മുതൽ എന്റെ വഴികൾ മുഴുവൻ മങ്ങിപ്പോയി. നീ തന്നത് ചതി മാത്രം എന്റെ നെഞ്ചിൽ പാടായി. നീ തന്നത് ചതി മാത്രം എന്റെ പേര് ഒരു നിഴലായി. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു. കണ്ണീരിൽ തളർന്ന കൈകളോടെ പഴയതു തിരികെ വരില്ലെന്ന് എന്റെ ഉള്ളം പതുക്കെ പറഞ്ഞു. നീ തന്നത് ചതി മാത്രം എന്റെ നെഞ്ചിൽ പാടായി. നീ തന്നത് ചതി മാത്രം എന്റെ പേരെ ഒരു നിഴലായി. നീ തന്നത് ചതി മാത്രം ഇനി ഞാൻ തന്നെ സാക്ഷി. നീ തന്നത് ചതി മാത്രം എന്നിൽ ശേഷിച്ചത് ശൂന്യത മാത്രം. അതെ, അതാ പോണ്ടിച്ചേരി 20 സ്റ്റാർ സൽതന. എടുത്തുള്ള എൻ്റെ ടീമിലുള്ള ആളല്ലേ? അതെ, അവൻ വിളിക്കുന്നത് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാ. അവിടെ പ്രൊഡക്റ്റ് കുറച്ച് കമ്മിയാണ്. എന്ത് വിളിയാണ് മുനിയറെ? ഫോണിൻ്റെ സമയമില്ലാഞ്ഞിട്ടാണ്. ഞാൻ വിളിക്കുന്നതല്ലാതെ നിങ്ങൾ എടുക്കുന്നില്ലല്ലോ. അതെന്താ വെച്ചാലേ കേരളത്തിൽ മുഴുവനും മീറ്റിംഗ് തരംഗമായിട്ട് നടക്കുകയാണ്. സ്റ്റാഫിനൊന്നും നിയന്ത്രിച്ചിട്ട് കിട്ടണമില്ല. അതുകൊണ്ടല്ലേ ഞാൻ നേരം പോകണേ അല്ലേ? അതാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. 2 മാസം മുമ്പ് എൻ്റെ അടുത്ത് പൈസക്ക് വന്നപ്പോൾ ഇത്രയും തിരക്കൊന്നുമില്ലല്ലോ. അന്ന് ഈ ഗെറ്റപ്പും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ നിരന്തരമുള്ള വിളിയും കൊണ്ടാണ് ഞാൻ മീറ്റിംഗ് പോലും തീർക്കാണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ നാട്ടിൽ ഇറങ്ങാൻ എനിക്ക് ഈ വേഷത്തിനൊന്നും കാര്യമില്ലല്ലോ അല്ലേ? നിങ്ങൾ കൊണ്ടുവന്ന് വെച്ച 3 പെട്ടിയുണ്ട് ആ കട്ടിൻ്റെ ചൂട് കിടന്നത്. ഇത് കുറേ വിൽക്കാൻ നോക്കി. 4000 റുപ്യേൻ്റെ വില എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനത് വേണ്ട. ആൾക്കാർ പുച്ഛിച്ചുകൊണ്ട് തള്ളുകയാണിത്. ആൾക്കാർക്ക് മനസ്സിലാക്കുന്നത് പറ്റിച്ചാണെന്നുള്ളത്. മുനീറെ, അന്നാരോ നല്ലോണം തിരിച്ചിക്കണേ. ഈ പ്രോഡക്റ്റ് വിൽക്കാൻ ഇത്രയും റിസ്ക്കോ? ഇതൊക്കെ എന്താന്ന് പറയുമ്പോൾ ബിറ്റ് പോണ സാധനമല്ലത്. അന്നെ കൊണ്ടത് കൂട്ടിയാൽ കൂടില്ല, അതന്നെ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രോഡക്റ്റിനെ കൊണ്ട് കുറ്റം പറയല്ലേ. ഇത് കണ്ടത്, ഇത് മുഴുവൻ ഇന്ന് കിട്ടിയ ഓർഡറാ കണ്ടത്. ഇതാ മുനിയറ എന്നോട് ഞാൻ പറയണത്. ഇതിൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റിനെ പറ്റി ശരിക്കും പഠിക്കണം. പക്ഷേ ഞാൻ അന്നെ വിശ്വസിച്ചുകൊണ്ടാണ് എൻ്റെ മരുന്നിൻ്റെയും ഗുളികൻ്റെയും പൈസയും കൂടി ഞാൻ ഇതിലേക്ക് ഇറക്കിയത്. അറിയാം മുനിയറെ, ഇജും കൂടി രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടല്ലേ ഞാൻ അന്നതിൽ കൂട്ടിയത്. അതാണ് ഈ വിളിച്ചപ്പോൾ തന്നെ ഞാൻ അവനെയും കൊണ്ട് വന്നത്. ഇന്നെ കൊണ്ട് ഇത് കഴിയൂല. നിങ്ങൾ ആ പ്രൊഡക്റ്റ് എടുത്ത് കൊണ്ടുപോയിക്കോളി. നമുക്ക് ശരിയാക്കാം അല്ലേ റിയാസ? പിന്നെ ഇതാണോ കാര്യം? ഇതൊന്നും വിഷയാക്കേണ്ട കാര്യമല്ല. മെയ് 10-ാം തീയതി JK സാറ് കൊച്ചിയിൽ വരുന്നുണ്ട്. ഇവനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. എന്തേ? ഒരു 3 ദിവസത്തെ പരിപാടി ഉണ്ടാവും. പിന്നെ ഈ RDB പ്രോഗ്രാമിന് ഒരു 9,000 റുപ്യയും കൂടി നിങ്ങൾ കൊടുക്കേണ്ടി വരും. പിന്നെ ബിസിനസ് വെച്ചടി കയറ്റാം. നിങ്ങൾ വേറെ ലെവലിലേക്ക് എത്തും. എൻ്റെ അടുത്തുള്ളതൊക്കെ നുള്ളി പുറക്കി ഞങ്ങൾക്ക് തന്നിക്കണം. എൻ്റെ അടുത്ത് ഇനി ഒന്നുമില്ല.
പൈസലേ ഇഞ്ഞ വെറുതെ വിട്, ഇഞ്ഞൊന്ന് ഫ്രീ ആക്കിക്കൊണ്ട്. ഇത് ഇജ്ജ് കരുതും പോലെയല്ല. ഇജ്ജ് തന്ന പൈസ ഞങ്ങൾ കമ്പനിക്ക് അയച്ചിക്കണം. ഞാൻ പ്രൊഡക്റ്റ് വിറ്റാൽ എൻ്റെ പൈസ എനിക്ക് കിട്ടും. ഈ വർത്താനൊന്നുമല്ല ഇനി പൈസലാക്കി ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിന്. ഇത് പക്ക ഉടായ്പാണ് ഈ പ്രൊഡക്റ്റ്. എനിക്ക് ഈ പരിസരത്തുള്ള ഒരുപാട് ഡോക്ടർമാരായിട്ടും മറ്റും പരിചയങ്ങളെല്ലാം അവരോടൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഫേക്കാണെന്ന് തന്നെ പറയുന്നത്. ആ പ്രൊഡക്റ്റ് എക്സ്പയർ ആവും, നല്ല കാശ് പോവുകയും ചെയ്യും. പൈസല എത്ര ഉള്ളൂ നമ്മളെ ബന്ധങ്ങൾക്കുള്ള വില. വെറുതെ നമ്മൾ തമ്മിൽ തെറ്റല്ല ഇടം ഉണ്ടാക്കരുത്. അല്ലേ, ഞാനിതിൽ ചേർന്നതിന് ശേഷമാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ഇതൊക്കെ വിറ്റിട്ട് ഇത്രയും വലിയ നിലയിലെത്തിയില്ലേ. എനിക്കിപ്പോൾ തോന്നുന്നുണ്ടാവും ഞാൻ എന്നെ പറ്റിച്ചാന്നില്ല. ഇതൊന്നും എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. ഇതിൻ്റെയൊക്കെ ബാക്കിൽ മെയിൻ ടീമുണ്ട്. ഈ കൈ ഒഴിഞ്ഞു എൻ്റെ കാലേജ് പറഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ സ്റ്റേഷനത്തെ SI ജബ്ബാർ എൻ്റെ അടുത്ത സുഹൃത്താണ്. മൂപ്പരെ ഞാൻ വിളിക്കും. പിന്നെ 2, സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് മുഴുവൻ കാര്യങ്ങൾ ഞാനത് പറയും. ആരെങ്കിലും ഞെട്ടിക്കണത് നമ്മളെ ഈ കമ്പനീൻ്റെ പവറല്ലോ നിങ്ങൾക്ക് അറിയോ. നിങ്ങൾ ഈ ഇരിക്കുന്ന സ്ഥലവും ഈ ചുറ്റുവട്ടവും അല്ല ലോകം. ബിസിനസ് എന്ന് പറഞ്ഞാലേ വേൾഡ് വൈഡാണ്. പൈസ വാങ്ങേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിങ്ങളിപ്പോൾ പോയിക്കോളി. ഇതെൻ്റെ ലൈഫിൽ രക്ഷപ്പെടാൻ കിട്ടിയ ഒരു അവസരം. ഇത് ഇജ്ജ് കളയണ്ട. എൻ്റെ വിവരമില്ലായ്മ കൊണ്ടാണ് ഇപ്പോൾ ഇത് പറയണത്. ഇവിടെ ഇരിക്കണ നിങ്ങൾ നോക്കണ്ട. എൻ്റെ ആയുധം ഇതാണ്. എനിക്കെന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ പോയിക്കോളി. അല്ല മുനീറ, നിങ്ങൾ പോയിക്കോളി. ഞാൻ മുനീർ എങ്ങനെ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട്, സുഖമില്ലാതെ കിടക്കല്ലേ, എങ്ങനെയും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിൽ ഓനെ ചേർത്തത്. അതിപ്പോൾ ഇത് എൻ്റെ ടീമിലെ എല്ലാവരും അവസ്ഥ ഇതാണ്. പ്രൊഡക്റ്റും പോലുള്ള വിൽക്കാനും കഴിയില്ല. ഇതിപ്പോൾ എവിടേക്ക് അതിൻ്റെ പോക്ക്. ആ ഫോൺ എടുത്തോക്കാം. ഇത് തന്നെയാണ് എൻ്റെ പ്രശ്നം. ടീമിൽ ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കൂല. പിന്നെ എങ്ങനെ സംഗതി നടക്കുക? അതെ, അതാ പോണ്ടിച്ചേരിത്തെ സെൽവന പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചു. ആ പിന്നെ 2 കൊല്ലമായി ചെയ്യൽ തുടങ്ങിയിട്ട്. എന്നിട്ട് എനിക്കില്ലാത്തൊരു ഓർഡർ എനക്കോ? അതെ, സ്റ്റേറ്റ് വേറെയാണ്, പോണ്ടിച്ചേരി. ഇനി നമ്മുടെ കളി അവിടെയാണ്, തമിഴ്നാട്ടിൽ. ഇവിടെ കേരളത്തിലെ മലപ്പുറത്ത് പ്രോഡക്റ്റ് ഒരു 4 പോയാൽ പോയി. പിന്നെ ആരതൊക്കെ വാങ്ങണേ കഴിയും? ഈ സത്യം പറ, സംഗതി എന്താണ്? കട്ടാക്കല്ലേ ദാസെൽവൻ തന്നെയാണ്. ഇടുക്ക് പോണു. ആ ஹலோ 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 செல்வா, ஏன் செல்வா எப்படி இருக்கு? சௌக்கியம் தானே? சரி, எத்தனை தடவை நான் கூப்பிட்டோம், ஃபோன் பண்ணால் எடுக்கவே மாட்டேங்கிறீங்க. எத்தனை தடவை நான் கூப்பிட்றது? அது ஏன் தெரியுமா செல்வா, நான் வந்து பெரிய ஒரு மீட்டிங்கில் இருக்குது. அங்கே ஜேகே சாரும் அந்த மாதிரி பெரிய பெரிய சாருமார் இருக்குது. அதனால தான் எனக்கு கோல் எடுக்கிறதுக்கு ரொம்ப கஷ்டம். சார், இங்கே மொத்தம் பிரச்சனையாக இருக்குது. என் கூட இருக்கிற குரூப்பில் இருக்கிற அத்தனை பேருக்கும் பிரச்சனை. இங்கே வாங்கின ஒரு ஆர்டர் கூட இன்னும் போவே இல்லை. அதனால் எல்லோரும் தேடி எங்கள் வீட்டுக்கு வந்திருக்கிறாங்க. செல்வா, இந்த மாதிரி பேச்சு பேசுகிற? சார், நம்ம கம்பெனிக்கு அனுப்பின பணம் எல்லாம் நான் எடுத்ததா சொல்கிறாங்க. நாட்டுக்காருக்கு மூளை இல்லையா? நம்ம 2 பேரும் சேர்த்து தானே அந்த காசு கம்பெனிக்கு அனுப்பி விட்டோம், தெரியலையா? நான் இந்த பிஸ்னஸுக்கு வந்ததே எங்கள் பொண்டாட்டி தாலியை விற்று நான் வந்திருக்கிறேன். அதுவும் இல்லாமல் எங்கள் அம்மாவுக்கு உடம்பு சரியில்லைங்கிறதுனால தான் வீட்டோட வேலையாக செய்யலான்னுட்டு வந்தது. என் கூட வேலை செய்கிற வந்தவங்களும் கூட எல்லோரும் சேர்ந்து பண்ணலான்னுட்டு வந்தது. இப்போ எதுவும் பண்ண முடியாதுனாக்க எனக்கு இந்த பிஸ்னஸே வேண்டாம். நீங்கள் இந்த பொருளெல்லாம் எடுத்துங்க. எனக்கு பணம் கொடுத்தவங்ககிட்ட நான் பணத்தை திருப்பி கொடுக்கணும். அதுக்கு ஏதாச்சும் ஒரு வழி பண்ணுங்க. கிட்ட பேசும்போது கொஞ்சம் ரெஸ்பெக்டோட பேசு, இல்லைன்னா நம்ம டீம்னே உன்னை எடுத்து புறத்து அனுப்பி விடுவேன். ஜாக்கிரதை. ஏன் மரியாதையாக பேசு, இல்லைன்னா போலீஸ் ஸ்டேஷனில் வந்து கம்ப்ளைண்ட் கொடுக்க வேண்டியதாக இருக்கும். செல்வா, இந்த மாதிரி எல்லாமே பேசுகிறேன். உன் சீனியர் தானேண்ணா, என்கிட்ட இந்த மாதிரி மரியாதை இல்லாமல் பேசுறதுக்கு யார் சொன்ன உங்ககிட்ட? நீ மரியாதை கொடுத்தாதான் நான் திருப்பி மரியாதை கொடுப்பேன். மரியாதையாக பேசு. சரி, இப்போ எனக்கு இங்கே இருக்க முடியாது. நான் இப்போ கிளம்பி கேரளாவுக்கு வரேன். நான் உங்களை பார்க்கணும். வேண்டாம், நீ அங்கே தான் இரு, வீட்டிலே இரு. உங்கள் அம்மாவுக்கு உடம்பு சரியில்லைன்னா சொன்னேன், அம்மாவை பார்த்து அங்கே தான் இரு. உன் அக்கௌண்ட்டுக்கு இந்த பணம் ஏறிடும். அப்படி தானே? நீ பேச்ச நிறுத்துடா. நான் வரேன்டா, நேராக கேரளாவுக்கு வரேன்டா. இப்போ ആഹാ, അപ്പം അങ്ങനെ കാര്യങ്ങൾ.
എന്നാൽ ഒരു കാര്യം ചെയ്യ്, നേരെ ഇங்கே கிளம்பி வா, നമുക്ക് ഇங்கே ഇருந்து பார்க்கலாம். ഓക്കെ? அப்போ அங்கேயும் பெரிய பிரச்சனை இருக்குல்ல கொஞ்சம்